ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ വൃത്തിയായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുനാരങ്ങ നീര് എല്ലാം കൂടി ഒഴിച്ച് കുഴച്ച് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചതുക്കി എടുക്കണം. വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ ബിരിയാണിക്ക്. പിന്നെ ഇഞ്ചി ഒത്തിരി വേണ്ട, പിന്നെ പച്ചമുളകും കുറച്ച് മതി എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇത് തക്കാളി, ഉള്ളി, പിന്നെ എല്ലാം മസാലയാക്കാൻ. പിന്നെ വറക്കാനുള്ള ഉള്ളിയും വേണം. ഉരുളി വെച്ച് പിന്നെ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം വറുത്ത് കോരി വെക്കണം. വറുത്ത് കോരി കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ പിന്നെ ഉള്ളി വറുക്കാനിടണം. ഉള്ളി വറുത്ത് കോരണം. പിന്നെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ്. ഉള്ളി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ആ മസാല അതിനകത്ത് എണ്ണ ആ വറുത്ത് കോരിയ ഉള്ളിയിൽ ഞാൻ പിന്നെ ചിക്കൻ പൊരിച്ചായിരുന്നു. പക്ഷേ അന്നേരം കറണ്ട് പോയത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് തന്നെ ഉള്ളി വഴറ്റാൻ വെക്കണം മസാലയ്ക്ക്. പിന്നെ ഉള്ളി വഴന്ന് വരുമ്പോൾ കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്ക് ഉപ്പിടണം. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ അതിനകത്ത് നല്ലോണം ഇളക്കി കുറച്ച് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ തക്കാളി ഇടണം. തക്കാളി നല്ലോണം വഴന്ന് വരണം. കുറച്ചധികം എന്താണെന്ന് വെച്ചാൽ പിന്നെ മസാല നല്ല ഇതാകണം. അതായി ഉള്ളി കുറച്ച് നല്ല വൃത്തിക്ക് ഇതായി വരുമ്പോഴത്തേനും തക്കാളി ഇടുക. തക്കാളി കുറച്ച് ആകുമ്പോഴത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇടുക. എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കണം. പിന്നെ ഗരം മസാലപ്പൊടി ഇടുക. പിന്നെ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇടുമ്പോഴത്തേനും കറണ്ട് പോയിരുന്നു. അപ്പോൾ അതും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വറുത്ത് കോരുന്ന കറണ്ട് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പിന്നെ വറുത്ത് കോരി വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇടണം. പുതിനയില ഇടണമായിരുന്നു, പക്ഷേ പുതിനയില നമുക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ മല്ലിയില മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതും ഇതിനകത്തേക്ക് കുറച്ചിടണം. പിന്നെ അത് കഴിഞ്ഞ് ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കറണ്ട് പോയ പ്രശ്നം കൊണ്ട്. ചോറ് വെന്ത് നമ്മൾ പിന്നെ ദമ്മ് ഇടുവാണേ. ആദ്യം ചിക്കൻ ഇട്ടു അടിയിൽ. അത് കഴിഞ്ഞ് ചോറ് അതിൻ്റെ മേലേക്ക് കോരിയിട്ട് ആവശ്യത്തിന്. എന്നിട്ട് പിന്നെ പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ ഒന്നും കൂടി ഇടണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ മേലെ ചോറിടണം. ചോറിട്ട് പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വീട്ടിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നുണ്ട്, കുക്കറിൽ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പം കുറേ പേരൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി ഇട്ടു. പിന്നെ മല്ലിയില ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇട്ടു. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി. കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതാണ് കേട്ടോ, അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.